നൽകട്ടെ. ജുമുഅ നിസ്കാരം ഒരു ആഴ്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ തെറ്റുകളും അല്ലാഹു ജല്ല ജലാലുഹു മാറ്റിത്തരാൻ, പുറത്തു തരാൻ വേണ്ടി ഉപയോഗിക്കേണ്ട ദിവസമാണ് ജുമുഅ ദിവസം. ആ ജുമുഅ ദിവസത്തിലുള്ള ജുമുഅ നിസ്കാരം അതേറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ്. പക്ഷേ ആ അമൽ സ്വീകാര്യോഗ്യമാണെങ്കിൽ അതിന്റെ നിബന്ധനയാണ് ളുഹറിന്റെ സമയത്തായിരിക്കണം. അതുപോലെ നാട്ടുകാരായ 40 ആളുകൾ ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഇബ്നു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനൊരു അഭിപ്രായമുണ്ട്, നാട്ടുകാരില്ലെങ്കിലും പറ്റുമെന്ന്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ബോംബെയിലും മദ്രാസിലും ബാംഗ്ലൂരിലുമൊക്കെ കേരള മുസ്ലിം ജമാഅത്ത് അല്ലെങ്കിൽ മലബാർ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരല്ലാത്ത ആളുകൾ ഒരുമിച്ച് കൂടി നടത്തുന്ന ജുമുഅ ഇബ്നു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് നടത്തുന്ന ജുമുഅകളാണ്. അത് ചിലപ്പോൾ വിദേശ രാജ്യങ്ങളിലും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ദുബായിൽ ഇസ്റുവാനി പള്ളി പോലെയുള്ള ചില പള്ളികളിൽ നാട്ടുകാർ പലപ്പോഴും വളരെ കുറവായിരിക്കും. അവിടെ നടക്കുന്ന ജുമുഅകൾ അത്തരം ചില അഭിപ്രായങ്ങൾ ഖൗലുകൾ അനുസരിച്ചുള്ള ജുമുഅകളാണ്. പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഈ ഉമ്മത്തിന് റഹ്മത്താണല്ലോ. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാരെ, അപ്പൊ ജുമുഅ നിസ്കാരം വളരെ പ്രധാനപ്പെട്ട നിസ്കാരമാണ്. ആ നിസ്കാരം ശരിയാകണമെങ്കിൽ നിബന്ധനയൊത്ത 2 ഖുതുബകൾ അതിനു മുമ്പ് നടക്കണം. ആ 2 ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ചര്യയാണോ കാണിച്ചു തന്നത് അതേ പ്രകാരം തന്നെ ബാങ്കും നിസ്കാരവും നടക്കുന്നത് പോലെ ഖുതുബയും അതേ ചര്യയനുസരിച്ച് തന്നെ നടക്കണം. അവിടുന്ന് ജീവിതത്തിൽ ഒരിക്കലും നിസ്കരിച്ച ഭാഷയിലല്ലാതെ ഖുതുബ ഓതിയിട്ടില്ല. ഖുതുബ ഓതിയ ഭാഷയിലല്ലാതെ ജുമുഅ നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നഹു മൻ യഅ്ശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ. ജനങ്ങൾക്ക് ബഅദ് പറഞ്ഞു കൊടുത്തിട്ട് ജനങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞ ഒരു ദിവസം ആ ബഅദിന്റെ ലാസ്റ്റ് അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ കുറെ കാലം ഇവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഓ ജനങ്ങളെ, നിങ്ങൾക്ക് പിന്നീട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട നയം ഏതാണ്? ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളായ സന്മാർഗികളായ മഹാന്മാരെ ചര്യ മുറുകെ പിടിക്കണേ. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അത് ആര് തന്നെ വന്ന് പിടിച്ചു വലിച്ചാലും തെറിച്ചു പോകാത്ത വിധം നിങ്ങൾ കടിച്ച് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണേ.